മുതലേ ഓർമ്മ വെച്ചപ്പം മുതലേ മമ്മൂക്ക ഫാനാണേ. അപ്പോൾ എപ്പോഴും പറയും എനിക്ക് കാണണമെന്ന് സംസാരിക്കാത്തില്ല. പിന്നെ ആദ്യത്തെ ദിവസം റിലീസാവുന്നതിൻ്റെ ദിവസം ഇനി എത്ര ആളുകളുണ്ടെങ്കിലും കണ്ടിരിക്കും. കെട്ടിപ്പിടിച്ചു, സീം കരഞ്ഞു. കൈ പതയ്ക്കുന്നുണ്ട് മോളെ. കേരള ബിരിയാണി ക്യൂവിൻ്റെ ഗ്രാൻഡ് ഫിനാലെ ആയിരുന്നു ഇന്നിവിടെ നടന്നത്. മമ്മൂക്കയായിരുന്നു ഗ്രാൻഡ് ഫിനാലയിൽ ഫസ്റ്റും സെക്കൻഡും തേർഡ് പ്രൈസിന് സമ്മാനങ്ങൾ കൊടുത്തത്. ആ ഒരു വേദിയിൽ നമുക്ക് ഏറെ സന്തോഷം നൽകുന്നൊരു നിമിഷമായിരുന്നു. ചെവി കേൾക്കാത്ത, സംസാരിക്കാൻ പറ്റാത്ത മമ്മൂക്ക അത്രത്തോളം ഇഷ്ടമുള്ള അസീമുക്ക മമ്മൂക്കക്ക് വരച്ചു കൊടുത്തൊരു ചിത്രമുണ്ടായി. ആ മമ്മൂക്കക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. മമ്മൂക്ക അത് സൈൻ ചെയ്തിട്ടൊക്കെ കൊടുത്തു. എന്തായിരുന്നു അവരുടെ എക്സൈറ്റ്മെൻറ്റ് മമ്മൂക്കയെ കണ്ടപ്പോൾ എന്നൊക്കെ നമുക്കൊന്ന് ചോദിക്കാം. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. റോസ് ബ്രാൻഡ് കൈമാ റൈസും മാതൃഭൂമിയും കൂടെ ചേർന്ന് നടത്തി ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺടെസ്റ്റ് അല്ലേ. അപ്പോൾ ഇവിടം വരെ എത്തി. എനിക്ക് ഭയങ്കര സന്തോഷം. മമ്മൂക്കയെ കാണുന്നതിലാണ് ഏറ്റവും വലിയ സന്തോഷമായിരുന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് അങ്ങ് പ്രൈസ് കിട്ടണമെന്നൊന്നുമില്ല, മമ്മൂക്കയെ കാണണം എന്നുള്ളതും. പിന്നെ മമ്മൂക്ക ആദ്യം ബിരിയാണി കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിതിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ഞാൻ പ്രിപ്പയർ ചെയ്തു, എല്ലാം സൂക്ഷിച്ച് അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. അപ്പം എല്ലാം കൊണ്ടും എനിക്കത് വളരെ സന്തോഷം. ഇല്ല, പണ്ട് മുതലേ ഇല്ല, കുഞ്ഞിലേ മുതൽ മമ്മൂക്ക ഫാനാണ്. ഓർമ്മ വെച്ചപ്പം മുതലേ മമ്മൂക്ക ഫാനാണേ. അപ്പോൾ എപ്പോഴും പറയും എനിക്ക് കാണണമെന്ന് സംസാരിക്കാത്തില്ല. പിന്നെ ആ സിനിമ വരുമ്പോഴും ആദ്യത്തെ ദിവസം തന്നെ പോയി കാണും. ആ ഷർട്ട് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്, ആ ഷൂ മേടിക്കാൻ ഇഷ്ടം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം കുറച്ച് ഏജ് ആയപ്പോഴാണ് സിനിമ ഇപ്പോഴും കാണും. ആ ഡ്രസ്സിൻ്റെ ഇതൊക്കെ അങ്ങ് മാറ്റിയത്. പിന്നെ അത്രയ്ക്ക് ഇഷ്ടമുണ്ട്. ഇന്നലെ ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് വരച്ചോണ്ട് പെട്ടെന്ന് വന്നേ ഞങ്ങൾ കൊല്ലത്തുനിന്ന്. ഇക്കൊക്കെ ഇഷ്ടപ്പെട്ട ഏതാ മൂവി എന്നൊന്ന് ചോദിക്കുമോ മമ്മൂക്കയുടെ? വല്യേട്ടൻ. വടക്കം വീരഗാഥ തിയേറ്ററിൽ പോയി കണ്ടോ? വടക്കം വീരഗാഥ. പിന്നെ ഏറ്റവും ഇടിപ്പടങ്ങളും കാണും. ആദ്യത്തെ ദിവസം റിലീസാവുന്നതിൻ്റെ ദിവസം ഇനി എത്ര ആളുകളുണ്ടെങ്കിലും കണ്ടിരിക്കും. അതില്ലാതെ സമാധാനമില്ല. ഇത്തയുടെ ചേട്ടന് എന്നെക്കാട്ടി 6 വയസ്സിന് മൂത്തയാണ്. ഞങ്ങളിങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിനെ പോലാണെങ്കിലും മൂത്തതാ. കാരണം ആ ഒരു സ്നേഹം കൊണ്ടാണല്ലോ ഇക്കെ വേദിയിലേക്ക്. എനിക്ക് മമ്മൂക്കായ അടുത്ത ഗ്രാൻഡ് ഫിനാലെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിൽ എൻ്റെ കാര്യമല്ല, സീമിനെ കാണിക്കണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇവരെല്ലാം വിളിച്ചുകൊണ്ട് വന്നത്. അങ്ങനെ മമ്മൂക്ക സൈൻ ചെയ്തിട്ടുണ്ടല്ലേ? മമ്മൂക്കയുടെ സൈനാണ്. ഭയങ്കര സന്തോഷമായില്ലേ? സന്തോഷമായോ? അസീം. എൻ്റെ പേര് ആൻസ് ആയിരുന്നു. എനിക്ക് ഏതെങ്കിലും ഒരു പ്രൈസ് കിട്ടിയാൽ എൻ്റെ ബ്രദറിനെ വിളിക്കും എന്നുള്ളത് എൻ്റെ മൈൻഡിലുള്ളതായിരുന്നു. ഇനി അവിടെ എന്തോ വന്നാലും ഞാനത് പറയും. അതായത് മമ്മൂക്കയോട് ഞാനത് പറയും എന്നുള്ളത് അതെല്ലാവരും ചോദിച്ചു, എത്ര പേടിയില്ലാതെ മമ്മൂക്കയോട് പറഞ്ഞെന്ന്. അപ്പോൾ അതെനിക്ക് എൻ്റെ മനസ്സിലെ ആഗ്രഹമായിരുന്നു. മമ്മൂക്കയാണെ മമ്മൂക്ക അങ്ങനെ എല്ലാവരെയും അതുപോലെയുള്ള കുട്ടികളോടൊക്കെ നല്ല സ്നേഹമുള്ളവർ, ഇങ്ങനെ എല്ലാവരോടും നല്ല സ്നേഹം. കെട്ടിപ്പിടിച്ചു, സീം കരഞ്ഞു. ഭയങ്കര ഈ പ്രൈസേ അല്ല, ഇതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇതാണ് ഏറ്റവും മമ്മൂക്കയുടെ ആങ്ങള ഡെഫാണ്. കൊച്ചിലെ മുതലുള്ള ആഗ്രഹമാണ് മമ്മൂക്കയെ കാണണമെന്നുള്ളത്. ഏതൊരു സിനിമ ഇറങ്ങുമ്പോഴും ആദ്യം കാണും, ആ ഷർട്ട് ഇടണം, ആ ഇതിടണം. പുള്ളിക്കാരൻ ഭയങ്കര ആർട്ടിസ്റ്റാണ്. ഒരു പടവും വരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം ഓഡിയോ ഇമ്പയർഡാണ്. അദ്ദേഹത്തിന് സംസാരിക്കാനും ചെവി കേൾക്കുകയില്ല, ശരീരം. അതെ, ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിരുന്നു, നേരത്തെ പരിചയപ്പെട്ടു. വരൂ. What a beautiful moment, everyone. What a beautiful moment. എല്ലാവർക്കും കാണിച്ചു കൊടുക്കും.
കൈ പതയ്ക്കുന്നുണ്ട് മോളെ. ആ அதுதான் நம்ம கேரளாவோட மிகப்பெரிய நடிகர் மமுக. നമുക്ക് ഞാൻ അവിടെ എടുപ്പിച്ചു, ഞാൻ അവിടെ എടുപ്പിക്കാം. എടുത്തോളൂ. ഓക്കെ, ശരി മോളെ, ശരി, താങ്ക് യു. ഹാപ്പി ആയ? താങ്ക് യു സുഷ്. Yeah, I'll take it, Mamuka. I'll keep it on the side. Sure. Oh no. Do you have a pen? Pen ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? Pen ഉണ്ടോ കയ്യിൽ? Do you have a pen? Give it. Give me one second. Okay. ഇങ്ങോട്ട് വരൂ. പോലെ ചേട്ടാ. ഇത് വീട്ടിന്റെ ഫ്രണ്ടിൽ വെക്കുകയാണ്. എല്ലാവരും ചെന്ന് വലിയ കഴിവ് കൊടുക്കുന്നേ. That's a lovely gesture, Mamuka. Thanks a lot.